നമ്മളൊരു 16,000 രൂപ കൊണ്ടൊരു ജയിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ മേടിച്ചു വെച്ചേക്കണം കേട്ടോ. 16,000 എഴുതി വെച്ചു. 16,000-ഓളം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം. ആരും ആളില്ലാത്ത സമയത്ത് എന്നിട്ട് പറഞ്ഞ മുതലാളി പറഞ്ഞെങ്കിൽ 7,500 മേടിച്ചോ. ചാരിറ്റിയുടെ പേരിൽ പലവിധമായ തട്ടിപ്പുകൾ. വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ പേരിൽ പണം തട്ടാനുള്ള ശ്രമം. കൊല്ലം കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ആശ്രയ മെഡിക്കൽസ് എന്ന സ്ഥാപനത്തിലാണ് 2 ദിവസം മുമ്പ് മാസ്ക് ധരിച്ചെത്തിയ ആൾ മെഡിക്കൽ ഷോപ്പിലുണ്ടായിരുന്ന ജീവനക്കാരിയെ കബളിപ്പിച്ചാണ് 7,000 രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. കടയുടമയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സംശയം തോന്നിയ ജീവനക്കാരി മുതലാളിയെ ഫോണിൽ വിളിച്ചപ്പോഴാണ് പണം തട്ടാനുള്ള ശ്രമം പൊളിഞ്ഞത്. സമാനമായ രീതിയിൽ കൊട്ടാരക്കരയിലും ഇയാൾ പണം തട്ടിയതായി പറയുന്നു. ഞാൻ ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസിയിലെ ഒരു സ്റ്റാഫാണ്. ഇന്ന് 3:30 മണി സമയത്ത് എൻ്റെ സ്ഥാപനത്തിൽ ഒരാൾ വരികയും ആദ്യമേ സൗഹൃദ സംഭാഷണത്തിൽ എന്ന വണ്ണം വയനാട്ടിലെ പ്രതിസന്ധികളും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോവുകയും 1 മണിക്കൂറിന് ശേഷം തിരികെ വന്ന് ഈ സ്ഥാപനത്തിലെ മുതലാളിയുടെ സുഹൃത്താണെന്നും മുതലാളി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് വയനാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുകയും വയനാട്ടിലേക്ക് സാറ് പറഞ്ഞിട്ട് 16,000-ഓളം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം, സാർ അത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പറയുകയും എൻ്റെ അടുത്ത് ചെയ്തു. അതിനുശേഷം 16,000 എന്നത് മാറ്റി 7,500 ഇപ്പം തരികയും സാറിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന നിലയിൽ പറയുകയും ചെയ്തു. എനിക്കൊരു സംശയം തോന്നി. ഞാൻ സാറിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തതും അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ സ്റ്റാഫിനോട് വന്ന് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചൊരു ചങ്ങാത്തം കൂടി. എന്നിട്ട് പോയതിന് ശേഷം പിന്നെ ആരും ആളില്ലാത്ത സമയത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊക്കെ കുറഞ്ഞ് നിന്ന സമയത്ത് പുള്ളിക്കാരൻ പിന്നെയും വന്ന് പറഞ്ഞു, ജെയ്സൺ എന്നുള്ള ഒരാൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ 16,500 രൂപ കൊണ്ടുവരും, അത് നിങ്ങളുടെ മുതലാളിയെ വിളിച്ച് ഞാനിപ്പം വിളിക്കാം, അപ്പോൾ അത് എന്നെ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച്. അപ്പോൾ ഉടനെ ഞങ്ങളുടെ സ്റ്റാഫ് ഇവിടെ നിന്ന് അപ്പം ക്യാഷ് ഇപ്പം മുതലാളിയെ വിളിക്കുന്ന പോലെ ഫോൺ എടുത്ത് വെച്ച് എന്നെ വിളിക്കുന്ന പോലുള്ള ഇതൊക്കെ ചോദിച്ചു. എന്നിട്ട് സ്റ്റാഫിൻ്റെ പേരും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മുതലാളി പറഞ്ഞെങ്കിൽ 7,500 മേടിച്ചോ എന്നുള്ള രീതിയിൽ 7,500 തരാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റാഫ് ആ പൈസ എടുത്തു. അപ്പം എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞാൽ തലേന്നും അതിന് മുമ്പും ഒക്കെ ഇവിടെ ബക്കറ്റുമായിട്ടും ഒക്കെ ആൾക്കാർ വന്ന് ഞങ്ങളെല്ലാത്തിനും ഞങ്ങളുടെ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഞങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്ന് വിചാരിച്ച സ്റ്റാഫ് പൈസ എണ്ണി. അപ്പോൾ പുള്ളി മുഖത്തിൻ്റെ മാസ്ക് ഒന്നും മാറ്റുന്നില്ല. അപ്പോൾ ഒരു സംശയം തോന്നി. ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഈ ആൾ ഉടനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റെപ്പും കൂടെ നടന്നിട്ട് ഓടി ഇവിടുന്ന് മറഞ്ഞു. ഇത് ചാരിറ്റിയുടെ പേരിൽ പലവിധമായ തട്ടിപ്പുകൾ ഇന്ന് നടക്കുന്നുണ്ട്. അത് എല്ലാവരും അത് മനസ്സിൽ സൂക്ഷിക്കണം. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായുള്ള സ്ഥലങ്ങളിൽ അത് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളൊരു വിശകലനം നടത്തേണ്ടതാണ്. ഞാനൊരു ഓഫീസ് സ്റ്റോർ മെഡിക്കൽ സ്റ്റോർ ഞാനിപ്പോൾ അങ്ങോട്ട് കൊട്ടിയും കൂടെ പോവാണേ. പോയിട്ട് 6 മണി 7 മണിയാകുമ്പോൾ വരുന്നു. അതിൻ്റെ പേരെന്നാ പേര്? നമ്മളത് കൊടുത്തേക്കാം. നമുക്കെന്നാൽ ഒരുമിച്ച് അങ്ങോട്ട് പോവാം. 6 മണിയാകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച്. ശരി. 16 പോട്ടെ. നമ്മളൊരു 16,000 രൂപ കൊണ്ടൊരു ജെയ്സൺ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ മേടിച്ച് വെച്ചേക്കണം കേട്ടോ. 16,000 എഴുതി വെച്ചു. ജെയ്സൺ. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകും. ശരി. ബിന്ദുജ. പറയാം. വരുവാണെങ്കിലേ എഴുതി വെച്ചു 16,000 കേട്ടോ. നമുക്ക് ആദ്യ ഓഫീസിൽ ചെന്നിട്ട് ഒരുമിച്ച് പോകാം. ഞാനൊരു 5 മണിക്ക് മുമ്പായിട്ട് വരും.
ആ 5 ആയിക്കോട്ടെ. ചിന്തിച്ച പറയാം മോളെ. ഇവിടെ ക്യാഷ് ആയിട്ട് തന്നെ ഉണ്ടെന്ന്. ഇവിടെ ക്യാഷ് ആയിട്ട് തന്നെ ഉണ്ടെന്ന്. ഇവിടെ ക്യാഷ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് നോക്കാൻ. ഇവിടെ നോക്കാം. ആ ഇത്രയും തോന്നുന്നു. ആ ഇരിക്കുന്ന ആ മറ്റതല്ലേ? ആ ആ 7500 ഉണ്ടോ നോക്കി. 7500 ഇരിക്കുന്നു. ആ 7500 ആയിക്കോട്ടെ. 16,000 രൂപ കൊണ്ടുതരും. അതിൽ നിന്ന് ഇത് കുറച്ചേച്ച് 7,500 ഇങ്ങോട്ട് തരിക. ആ അല്ല ഒരു കാര്യം. ആ ശരി. കണ്ടോനെ പോയി ചുരം മേടിച്ചാൽ മതി കേട്ടോ. മേടിച്ച് വെച്ചാൽ മതി.